സോ നമ്മൾക്ക് പുതിയ ചാപ്റ്ററാണിത്. ഇക്കോളജി എന്ന് പറഞ്ഞ ആ ഒരു ബ്രാഞ്ചിൽ, ബയോളജിയുടെ തന്നെ ഇക്കോളജി എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിൽ വരുന്നതാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. സോ ഈ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് ഇക്കോളജി എന്താണ്, അതിൽ വരുന്ന ഇൻട്രൊഡക്ടറി പാർട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ നമ്മൾ ഈ ലിവിങ് വേൾഡിനെ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ ലിവിങ് വേൾഡ് ചുറ്റുമുള്ള ഈ എൻവയോൺമെൻറ്റ് ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് കൗതുകകരമായിട്ടുള്ള, ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള, അത്രയ്ക്ക് സങ്കീർണമായിട്ടുള്ള ഒരു ലിവിങ് വേൾഡാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ഈ ലിവിങ് വേൾഡ് നമുക്ക് ഒരുപാട് കൗതുകവും അതുപോലെ അത്ഭുതവും അതുപോലെ വൈവിധ്യവും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുപോലെ അതോടൊപ്പം തന്നെ ഇതൊരുപാട് സങ്കീർണവുമാണ്, അതായത് ഹൈലി കോംപ്ലക്സ് ആണ്. സോ ഹൈലി ഫാസിനേറ്റിംഗ് ആണ്, അമേസിംഗ്ലി കോംപ്ലക്സ് ആണ്, അതുപോലെ ഡൈവേഴ്സ് ആണ്, അതിനൊരുപാട് വൈവിധ്യവുമുണ്ട്. സോ ഈ കോംപ്ലക്സിറ്റീനെ, ഈ ലിവിങ് വേൾഡിൽ കാണുന്ന ഈ സങ്കീർണതയെ നമ്മളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അതും ഡിഫറെൻറ്റ് ലെവൽസുകളിൽ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോംപ്ലക്സിറ്റി, ഏതൊക്കെ ലെവലുകളിലാണ് ഈ കോംപ്ലക്സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഇതിൻ്റെ ബയോളജിക്കൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ബയോളജിക്കൽ ഓർഗനൈസേഷനാണ് നമുക്ക് ഈ ലിവിങ് വേൾഡിൽ കാണാൻ പറ്റുന്നത് നോക്കാം. സോ നോക്കൂ, ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ഈ ലിവിങ് വേൾഡിലെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാക്രോമോളിക്യൂൾ, ഏറ്റവും ചെറിയ ഫോമിൽ ബഹുതന്മാത്രകൾ എന്ന് അറിയപ്പെടുന്നു മാക്രോമോളിക്യൂൾസ്. അത് കഴിഞ്ഞാൽ അവർ കൂടിച്ചേർന്ന് സെൽസുകളായി മാറുന്നു, കോശങ്ങളായി മാറുന്നു. അത് കൂടിച്ചേർന്ന് ഗ്രൂപ്പ് ഓഫ് സെൽസ് ടുഗദർ ഫോം ടിഷ്യൂ എന്നുള്ള പറയും, ടിഷ്യൂ ആയിട്ട് മാറും. ടിഷ്യൂവിനെ നമ്മൾ കല എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ടിഷ്യൂസ് കൂടിച്ചേർന്ന് അതൊരു ഓർഗനായി മാറുന്നു, ഒരു അവയവമായി മാറുന്നു. അതിനുശേഷം ഈ എല്ലാ ഓർഗൻസും കൂടി ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റമായി മാറുന്നു. അപ്പോൾ എന്തായി? അതൊരു ഓർഗൻ സിസ്റ്റം എന്നത് ഏതൊരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലാണ് ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റംസ് കാണുക. സോ ഓർഗൻസ് കഴിഞ്ഞ് ഓർഗൻ സിസ്റ്റംസ് കഴിഞ്ഞ് അതൊരു ഇൻഡിവിജ്വൽ ഓർഗാനിസമായി മാറുന്നു. അങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് കൂടി ചേർന്ന് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനായി മാറുന്നു. അങ്ങനത്തെ ഒരുപാട് പോപ്പുലേഷൻ കൂടി ചേർന്ന് കമ്മ്യൂണിറ്റികളായിട്ട് മാറുന്നു. സോ ഇൻഡിവിജ്വൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അത് കഴിഞ്ഞ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിഗണമായിട്ട് മാറുന്നു. ആ പോപ്പുലേഷൻ, പല പോപ്പുലേഷൻ കൂടി ചേർന്നുമ്പോൾ കമ്മ്യൂണിറ്റീസ്, വർഗങ്ങളായി മാറുന്നു. ഈ കമ്മ്യൂണിറ്റീസുകളാണ് പിന്നെ നമ്മൾ അടുത്ത ലെവലാണ് ഇക്കോസിസ്റ്റം. ഈ കമ്മ്യൂണിറ്റികളൊക്കെ നിലനിൽക്കുന്ന ഒരിതാണ് ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഹയർ ലെവലാണ് അതും കഴിഞ്ഞുള്ള ബയോം. സോ ഇത്രയും ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷനാണ് നമുക്ക് ലിവിങ് വേൾഡിൽ കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? മാക്രോമോളിക്യൂൾസ് ബഹുതന്മാത്രകൾ, സെൽസ് കോശം, ടിഷ്യൂസ് കല, ഓർഗൻസ് അവയവം, അത് കഴിഞ്ഞ് ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓർഗാനിസം വ്യക്തി, ആ ഇൻഡിവിജ്വൽ ഓർഗാനിസം കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഓർഗാനിസം കൂടി ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം ആകുമ്പോൾ പോപ്പുലേഷൻ ജീവിഗണം. അങ്ങനെ ഒരുപാട് പോപ്പുലേഷൻ ആകുമ്പോൾ കമ്മ്യൂണിറ്റീസ് വർഗങ്ങൾ. ഈ കമ്മ്യൂണിറ്റീസ് കഴിഞ്ഞ അടുത്ത ലെവലാണ് ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹയർ ലെവലാണ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ബയോം. സോ നമ്മൾ ഈ പറഞ്ഞ ലിവിങ് വേൾഡിൽ കോംപ്ലക്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ലെവൽ ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ, നമ്മൾ ഈ പറഞ്ഞ ഏത് ലെവൽ ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ എടുത്താലും നമുക്ക് രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക. ഇതിൽ ഏതെടുക്കുമ്പോഴും രണ്ട് ടൈപ്പ് ബയോളജിക്കൽ ഓർഗനൈസേഷനിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്, നമുക്ക് ചോദിക്കേണ്ടതായിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബുൾബുൾ സോങ്, ഒരു ബുൾബുൾ പക്ഷിയുടെ അതിൻ്റെ സോങ് കേൾക്കുകയാണെങ്കിൽ, അതിൻ്റെ ആ പക്ഷി പാടുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, സോ വെൻ വി ഹിയർ ദ ബുൾബുൾ സിംഗിങ് ഏർലി മോർണിംഗ്, സോ അതിരാവിലെ ഈ ബുൾബുൾ പക്ഷിയുടെ ആ ഒരു സോങ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, നമ്മൾ ഗാർഡനിലൊക്കെ ഇരിക്കുമ്പോൾ അത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന്, ഹൗ ഡസ് ദ ബേർഡ് സിംഗ്,
രണ്ടാമത്തത് വൈ ഡസ് ദ ബേർഡ് സിംഗ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടൈപ്പ് ആണ്. ഹൗ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പക്ഷി പാടുന്നത്. ഹൗ ഡസ്, എങ്ങനെയാണ് ഈ പക്ഷി പാടുന്നത്. രണ്ടാമത്തത് വൈ ഡസ് ദ ബേർഡ് സിംഗ്. വൈ ഡസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ പക്ഷി ഇങ്ങനെ പാടുന്നത്. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ആദ്യത്തേത് ഹൗ ടൈപ്പ് ആണ്. അതായത് ആ മെക്കാനിസം എന്താണ്, എങ്ങനെയാണ് ഈ പക്ഷി പാടുന്നതാണ്. സോ ആ മെക്കാനിസം ബിഹൈൻഡ് സിംഗിങ്, ഈ പ്രോസസ്സ്, ഈ പക്ഷി പാടുന്നതിൻ്റെ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞ ആ പാടുകയാണ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ പിന്നിൽ എന്ത് മെക്കാനിസമാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് ഹൗ ടൈപ്പ്. രണ്ടാമത്തത് വൈ ടൈപ്പ്. വൈ എന്ന് പറഞ്ഞാൽ വൈ ഡസ്, എന്തിനു വേണ്ടിയാണ്. സോ അത് സൂചിപ്പിക്കുന്നത് ഈ പ്രോസസ്സിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്തിനാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഹൗ ഡസ് ദ ബേർഡ് സിംഗ്. നമ്മൾ സയൻറ്റിഫിക് ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ ഹൗ ഡസ് ദ ബേർഡ് സിംഗ്, എങ്ങനെയാണ് ഈ പക്ഷി പാടുന്നത്. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഈ പക്ഷിയുടെ വോയിസ് ബോക്സ്, അതിൻ്റെ ആ സൗണ്ട് ബോക്സിലുള്ള ഓപ്പറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ബേർഡിലുള്ള ആ ബോൺ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. സോ വൈബ്രേറ്റിംഗ് ബോണും അതുപോലെ വോയിസ് ബോക്സിൻ്റെയും ഓപ്പറേഷൻ കാരണം. സോ വോയിസ് ബോക്സിൽ ഇതിൻ്റെ ആ ബോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പക്ഷിയിൽ ഈ സോങ് പുറത്തേക്ക് വരുന്നത് എന്ന് ഹൗ ഡസ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടുന്നു. എങ്ങനെയാണ് ഈ പക്ഷിക്ക് പാടാൻ പറ്റുന്നത്. സോ ആ ബേർഡിൽ, ആ പക്ഷിയിൽ അതിൻ്റെ വോയിസ് ബോക്സിൻ്റെയും അതുപോലെ തന്നെ ആ ബോണിൻ്റെ വൈബ്രേഷനും കാരണമാണ്, അത് രണ്ടിൻ്റെയും ഓപ്പറേഷൻ, അത് രണ്ടിൻ്റെയും വർക്കിംഗ് കാരണമാണ്. അത് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പാട്ടായിട്ട് പുറത്തു വരുന്നത്. അതേസമയം വൈ ഡസ് ദ ബേർഡ് സിംഗ്, എന്തിനു വേണ്ടിയാണ് ഈ പക്ഷി പാടുന്നത് എന്നൊരു ക്വസ്റ്റ്യന് ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബേർഡിൻ്റെ ആവശ്യമാണ്. ബേർഡ് നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇറ്റ്സ് മേറ്റ് ഡ്യൂറിങ് ബ്രീഡിങ് സീസൺ. സോ അതിൻ്റെ റിപ്രൊഡക്റ്റീവ് പീരീഡിൽ അല്ലെങ്കിൽ ബ്രീഡിങ് സീസണിൽ അതിന് ഇണ ചേരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേറ്റുമായിട്ട് ഇണയിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പക്ഷി പാടുന്നത്. എന്തിനു വേണ്ടി എന്നുള്ളതിന് ഉത്തരം. സോ പക്ഷി പാടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഇണയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേത് സീസണിലാണ്, ബ്രീഡിങ് സീസണിൽ, റിപ്രൊഡക്റ്റീവ് സീസണിൽ അതിൻ്റെ ഇണയുമായിട്ട് മേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പക്ഷി പാടുന്നത്. സോ നമുക്ക് ഹൗ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും വൈ എന്നുള്ള ചോദ്യത്തിനും, എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ സയൻറ്റിഫിക് ഒരു ബേസിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ സയൻറ്റിഫിക് ഫ്രെയിം ഓഫ് മൈൻഡിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ബയോളജിക്കൽ ഓർഗനൈസേഷനിലും നമുക്ക് ഇതുപോലെ ഒരുപാട് ഹൗ ആൻഡ് വൈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈ നൈറ്റ് ബ്ലൂമിങ് ഫ്ലവേഴ്സ് ആർ വൈ. ഈ രാത്രി പുഷ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഫ്ലവറുകൾക്ക് എന്തുകൊണ്ടാണ് വൈറ്റ് കളർ, എന്തുകൊണ്ടാണ് കളർഫുൾ ആവാത്തത്, എന്തുകൊണ്ടാണ് അവർ വൈറ്റ് കളർ? ബിക്കോസ് ആ നൈറ്റ് ടൈമിലെ പോളിനേറ്റേഴ്സ് അതിനെ അട്രാക്റ്റ് ചെയ്യില്ല. ഡേ ടൈമിലാണ് ഈ പറഞ്ഞ ഫോട്ടോസിന്തസും അതുപോലെ പോളിനേറ്റേഴ്സും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കളർഫുള്ളായിട്ട് വരുന്നത്. സോ ഇവിടെ അങ്ങനെയല്ല, നൈറ്റ് അങ്ങനെ വരുന്ന ആ ഇൻസെക്ട്സുകളോ അല്ലെങ്കിൽ അനിമൽസോ പോളിനേറ്റേഴ്സ് മാത്രം അതിന് വന്ന് പോളിനേഷൻ നടക്കാനായിട്ട് അനുവദിക്കുള്ളൂ. സോ അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഒരു ബീക്ക് ഈ ഫ്ലവറിലാണ് തേനുള്ളത് എന്ന് തിരിച്ചറിയുക? അതുപോലെ കാക്ടസ്, ആ കാക്ടസിൽ എന്തുകൊണ്ടാണ് ഒരുപാട് തോൺസ്, മുള്ളുകളുള്ളത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത്? ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സയൻറ്റിഫിക് ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഹൗ ആൻഡ് വൈ, എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ്, ഇങ്ങനെ ഹൗ ആൻഡ് വൈ ടൈപ്പ് സയൻറ്റിഫിക് ഫ്രെയിമിൽ ഒരുപാട് നമുക്ക് നേച്ചറിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഇക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ബേസിക്കലി ഈ ലിവിങ് ഓർഗാനിസം അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ ലിവിങ് ഓർഗാനിസം നോൺ ലിവിങ് തിങ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോട്ടിക് ആയിട്ടുള്ള, അതായത് ലിവിങ് ആയിട്ടുള്ള തിങ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷനും
ബയോട്ടിക്കും എബയോട്ടിക്കും എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ്ങും ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷനുമാണ് നമ്മൾ പറയുന്ന ഇക്കോളജി. സോ നോക്കൂ, ഇക്കോളജിയുടെ ഡെഫിനിഷൻ നോക്കാം. ഇക്കോളജിയുടെ ഡെഫിനിഷൻ: ഇൻട്രാക്ഷൻസ് എമംഗ് ഓർഗാനിസം ആൻഡ് ബിറ്റ്വീൻ ദ ഓർഗാനിസം ആൻഡ് ഇറ്റ് ഫിസിക്കൽ അഥവാ എബയോട്ടിക് എൻവയോൺമെൻറ്റ്. സോ ഓർഗാനിസംസ്, ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും ഇത് സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ. ആര് തമ്മിൽ ഇൻട്രാക്ഷൻ? എമംഗ് ഓർഗാനിസം. ഈ ഓർഗാനിസംസ് തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെയും, അതുപോലെ തന്നെ ബിറ്റ്വീൻ ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് ഫിസിക്കൽ അഥവാ എബയോട്ടിക്, ഈ ഓർഗാനിസവും അതിൻ്റെ ചുറ്റുമുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള എബയോട്ടിക് എൻവയോൺമെൻറ്റുമായുള്ള ഇൻട്രാക്ഷൻ, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി എന്ന് പറയുന്നത്. സോ ഇക്കോളജിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 4 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. സോ ഇക്കോളജിയിൽ 4 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ആണുള്ളത്. ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റീസ്, ബയോം. നമ്മളിവിടെ പറഞ്ഞത് ഓൾ ടുഗദർ ആണ്. ഇക്കോളജിയുടെ ബേസിൽ നോക്കുമ്പോൾ ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ബയോം, ഇതാണ് 4 മേജർ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഇക്കോളജി ഫോളോ ചെയ്യുന്നത്. അതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ലെവലാണ്. സോ ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇക്കോളജി അറ്റ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ലെവലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ.